എല്ലാ നല്ലവരായ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. വാഹന അനുബന്ധ വ്യവസായ മേഖലയിൽ നിന്നുള്ള സ്മോൾ ക്യാപ്പ് കമ്പനിയായ ബെൽറൈസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ IPO അതായത് ബുധനാഴ്ച മെയ് 21 ആരംഭിക്കും. ഓഹരിയുടെ പ്രൈസ് ബാൻഡ് വില 85-നും 90-നും ഇടയിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇരട്ട അക്ക നിരക്കിലാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. IPO പൂർണ്ണമായും ഫ്രഷ് ഇഷ്യൂവിലൂടെയാണ് ഓഹരി അനുവദിക്കുന്നത്. അതിനാൽ IPOയിൽ നിന്ന് സമാഹരിക്കുന്ന തുക കമ്പനിയുടെ ഭാവി വികസനങ്ങൾക്കും സാമ്പത്തിക നില മെച്ചപ്പെടുത്താനും സഹായിക്കുന്നതാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് പരിശോധിക്കാം. 2025 തുടക്കത്തിൽ ഇന്ത്യൻ ഓഹരി വിപണി ചാഞ്ചാട്ടത്തിൻ്റെ പാതയിലേക്ക് വീണുപോയപ്പോൾ കമ്പനികളുടെ പ്രാരംഭ പൊതു ഓഹരി വിൽപ്പന അഥവാ IPO അരങ്ങേറുന്ന പ്രാഥമിക വിപണിയും നിറം മങ്ങിയിരുന്നു. ഓഹരി വിപണി കനത്ത നഷ്ടത്തിൽ നിന്നും തിരികെ കയറി ഭേദപ്പെട്ട തോതിൽ സ്ഥിരത കൈവരിച്ചെങ്കിലും പ്രാഥമിക വിപണിയിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഉന്മേഷം തിരികെ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും ഇന്ത്യൻ വിപണി കരകയറുന്നതിൻ്റെ സൂചന നൽകിയതോടെ പ്രാഥമിക വിപണിയിലും സ്ഥിതി മെച്ചപ്പെടുമെന്നാണ് കരുതുന്നത്. ഇതിനിടെ മെയിൻ ബോർഡ് വിഭാഗത്തിൽ IPO നടപടികൾ പ്രഖ്യാപിച്ച് ബെൽറൈസ് ഇൻഡസ്ട്രീസ് എന്ന സ്മോൾ ക്യാപ്പ് കമ്പനി രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3.5 മാസത്തിനിടെ അരങ്ങേറുന്ന മൂന്നാമത്തെ IPO ആണിത്. നിലവിൽ ഇരട്ടയക്ക നിരക്കിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയവും രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ മെയ് 21 ആരംഭിക്കുന്ന ബെൽറൈസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ IPO സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നോക്കിയാൽ മഹാരാഷ്ട്രയിലെ പൂനെ കേന്ദ്രമാക്കി വാഹന അനുബന്ധ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് ബെൽറൈസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 1996 കമ്പനിയുടെ തുടക്കം. വിവിധതരം വാഹനങ്ങൾക്ക് ആവശ്യമായ സേഫ്റ്റി ക്രിട്ടിക്കൽ സംവിധാനങ്ങളും അനുബന്ധ എഞ്ചിനീയറിംഗ് സേവനങ്ങളുമാണ് ബെൽറൈസ് ഇൻഡസ്ട്രീസ് കൊടുക്കുന്നത്. രാജ്യത്തെ 8 സംസ്ഥാനങ്ങളിലായി 15 നിർമ്മാണശാലകൾ കമ്പനിക്കുണ്ട്. ഇരുചക്ര വാഹന വിഭാഗത്തിൽ മെറ്റൽ ഘടന ഉപകരണങ്ങളിൽ 24% വിപണി വിഹിതം കമ്പനി സ്വന്തമാക്കിയിട്ടുണ്ട്. മുൻനിര നിർമ്മാതാക്കളായ ബജാജ് ഓട്ടോ, ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ, ഹീറോ മോട്ടോർ കോർപ്പ്, റോയൽ എൻഫീൽഡ് തുടങ്ങിയ കമ്പനികൾക്ക് വേണ്ടി വിവിധ ഘടകങ്ങൾ ഈ കമ്പനി നിർമ്മിച്ചു കൈമാറുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം ഏകദേശം 7,500 കോടി രൂപയാണ്. വാർഷികമായി 14% വർധന കൈവരിച്ചു. ഇതേ കാലയളവിൽ കമ്പനിയുടെ അറ്റാദായം 311 കോടി രൂപയാണ്. വാർഷികമായി നേരിയ ഇടിവ് കുറച്ചു. അതേസമയം പ്രവർത്തന ലാഭത്തിൽ 5% വളർച്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. IPO നടപടികൾ ആരംഭിക്കുന്ന തൊട്ടു മുമ്പ് H1 എന്ന ജപ്പാൻ കമ്പനിയുടെ ഉപവിഭാഗത്തെ കമ്പനി ഏറ്റെടുത്തിരുന്നു. ഇതിലൂടെ ഡിസൈൻ മാനുഫാക്ചറിംഗ് കഴിവ് മെച്ചപ്പെടുത്താനാണ് ബെൽറൈസ് ഇൻഡസ്ട്രീസ് ശ്രമിക്കുന്നത്. വൈദ്യുത വാഹന വിഭാഗത്തിലും ആവശ്യമായ ഘടകങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഭാവിയുടെ ആവശ്യങ്ങളും മാറ്റങ്ങളും ഉൾക്കൊണ്ടുള്ള പ്രവർത്തന വൈവിധ്യവൽക്കരണത്തിന് കമ്പനി പരിശ്രമിക്കുന്നുണ്ട്. IPOയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയ് 21 മുതൽ 23 വരെയാണ് ബെൽറൈസ് ഇൻഡസ്ട്രീസിൻ്റെ IPO അരങ്ങേറുന്നത്. 5 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഓഹരിക്ക് 85-നും 90-നും ഇടയിൽ ആണ് വിപണി നിരക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിട്ടുള്ളത് 166 ഓഹരികൾ ഉൾപ്പെടുന്ന ലോട്ടുകളായി നിക്ഷേപകർക്ക് അപേക്ഷിക്കാം. ഉയർന്ന വിലയിൽ അപേക്ഷിച്ചാൽ IPOയിൽ ഒരു ലോട്ട് ബെൽറൈസ് ഇൻഡസ്ട്രീസ് ഓഹരികൾക്കായി ഏകദേശം 14,940 രൂപയാകും. റീറ്റെയിൽ നിക്ഷേപകരുടെ വിഭാഗത്തിൽ പരമാവധി 13 ലോട്ടുകൾക്ക് വരെ അപേക്ഷിക്കാം. IPOയിൽ ഓഹരികൾ അനുവദിക്കുന്നവർക്ക് അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് മെയ് 27 ഓഹരി ക്രെഡിറ്റ് ചെയ്യപ്പെടും. മെയ് 28 BSE, NSE തുടങ്ങിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് അറിയിക്കുന്നത്. പൂർണ്ണമായി പുതിയ ഓഹരികൾ അനുവദിക്കുന്ന ഫ്രഷ് ഇഷ്യൂ മുഖേനയാണ് IPO അരങ്ങേറുക. മൊത്തം 2,150 കോടി രൂപ IPOയിലൂടെ സമാഹരിക്കാനാണ് ബെൽറൈസ് ഇൻഡസ്ട്രീസ് ശ്രമിക്കുന്നത്. QIB വിഭാഗത്തിലുള്ള വൻകിട നിക്ഷേപകർക്കായി 50%വും റീറ്റെയിൽ നിക്ഷേപകർക്കായി 35%, വൻകിട സ്ഥാപനേതര നിക്ഷേപകർക്കായി 15% വീതവും ഓഹരികളാണ് IPOയിൽ നീക്കിവെക്കുക. അതേസമയം 2024 ജൂണിലെ രേഖകൾ പ്രകാരം 2,463 കോടി രൂപയുടെ കടബാധ്യത കമ്പനിക്കുണ്ട്. IPOയിലൂടെ സമാഹരിക്കുന്ന ഫണ്ടിൻ്റെ ഒരു ഭാഗം പ്രയോജനപ്പെടുത്തി കടം 1,618 കോടിയിലേക്ക് താഴ്ത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ IPOയിൽ ഓഹരികൾ
സ്റ്റോക്കുകളുടെ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചതു മുതൽ വലിയ തോതിൽ അല്ലെങ്കിൽ പോലും ഗ്രേ മാർക്കറ്റിൽ അഥവാ അനൗദ്യോഗിക വിപണിയിൽ ബെവറേജ് ഇൻഡസ്ട്രീസിന് ഒരു ഡിമാൻഡ് പ്രകടമാകുന്നുണ്ട്. എന്നിരുന്നാലും ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ ചാഞ്ചാട്ടം രേഖപ്പെടുത്തുന്നതാണ് വെല്ലുവിളിയാകുന്നത്. ഇക്കഴിഞ്ഞ മെയ് 16-ന് ബെവറേജ് ഇൻഡസ്ട്രി ഓഹരികളുടെ വില ഗ്രേ മാർക്കറ്റ് കുറിച്ചത് 107 രൂപയിലായിരുന്നു. അതായത് 17 രൂപ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് അർത്ഥം. എന്നാൽ തുടർന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബെവറേജ് ഇൻഡസ്ട്രീസ് ഓഹരിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ കുത്തനെ ഇടിവും പിന്നീട് തിരികെ കയറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 13 രൂപ ഗ്രേ മാർക്കറ്റ് പ്രീമിയമാണ് ബെവറേജ് ഇൻഡസ്ട്രീസ് ഓഹരിക്ക് രേഖപ്പെടുത്തുന്നത്. അതായത് ബെവറേജ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഓഹരി 103 രൂപ വീതം നൽകി അനൗദ്യോഗിക വിപണിയിൽ നിന്ന് വാങ്ങാൻ നിക്ഷേപകർ തയ്യാറാകുന്നു എന്നാണ് ചുരുക്കം. ഇത്തരത്തിൽ IPO നടപടികൾ പൂർത്തിയാക്കി മെയ് 28-ന് നിശ്ചയിച്ചിട്ടുള്ള ഓഹരിയുടെ ലിസ്റ്റിംഗ് ദിനം വരെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ ബെവറേജ് ഇൻഡസ്ട്രീസ് IPOയിൽ നിന്നും നിക്ഷേപകർക്ക് ലിസ്റ്റിംഗ് നേട്ടം പ്രതീക്ഷിക്കാമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു പഠനാവശ്യത്തിന് വേണ്ടി മാത്രം വിവിധ ഡാറ്റകളിൽ നിന്ന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് കിട്ടിയ ഡാറ്റകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ്. ഇത് നിക്ഷേപത്തിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. IPOയുടെ നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഇത് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കുക. IPOയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് കമ്പനിയെക്കുറിച്ച് സ്വന്തം നിലയിൽ നല്ല ഒരു പഠനം നടത്തുകയോ അല്ലെങ്കിൽ അംഗീകൃതമായ സാമ്പത്തിക വിദഗ്ധൻ്റെ ഉപദേശം തേടുകയോ ചെയ്യേണ്ടതാണ്.